ബലിപെരുന്നാളിന് ഈദുൽ അദ്ഹ എന്നാണ് പറയുന്നത്. ബലിയുടെ പെരുന്നാൾ എന്ന നിലയിൽ ഒരു പ്രവാചകൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ആ ബലിയുടെ സന്ദേശമൊക്കെ ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുണ്ടാവും. ഇനി അത് കേട്ടില്ലെങ്കിലും പലപ്പോഴും അത്തരം കാര്യങ്ങളല്ലല്ലോ കൂടുതൽ കേൾക്കുക. ഒരുപാട് പ്രൊഫൈലുകളിൽ, അതായത് ഇസ്ലാമോഫോബിക് പ്രൊഫൈലുകളിൽ ഭയങ്കരമായി ചർച്ച ചെയ്യുകയും പങ്കുവെക്കുകയും ചെയ്യപ്പെട്ടൊരു വാർത്തയാണ് മൊറോക്കോയിൽ ഈദുൽ അദ്ഹ അഥവാ ബലിപെരുന്നാളിന് ബലി നിരോധിച്ചു. അതൊരു ഭയങ്കര മ്യാരകവും അതുപോലെ ഭീകരവുമായ ഒരു സംഭവമായി ചിത്രീകരിച്ച് മതമങ്ങ് ഒഴുകിപ്പോകാൻ പോകുന്നു, വിശ്വാസമങ്ങ് കടലിൽ പോയി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിലവിളി ശബ്ദം കേട്ടു. അത് സാധാരണ ഇസ്ലാമിൻ്റെ വിഷയം വരുമ്പോൾ ഇങ്ങനെ നിലവിളിക്കുന്നവർ ധാരാളമായി ഉണ്ടാവാറുള്ളതാണ്. ആ നിലവിളിയാണ് ശരിക്കും ആ വിശ്വാസത്തിൻ്റെ ഒരു കരുത്തായി തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയത്തെ സംബന്ധിച്ച് നിലവിളി, പിന്നെ സക്കാത്തിനെ സംബന്ധിച്ച് നിലവിളി, പിന്നെ എന്തെങ്കിലും ചെയ്യുന്നോ അതിനെക്കുറിച്ചൊക്കെ നിലവിളിയാണ്. അതുകൊണ്ടാണ് ഈദുൽ അദ്ഹയെക്കുറിച്ചും ഇതുപോലെ മൊറോക്കോയെക്കുറിച്ചും വലിയ നിലവിളി ഉയർന്നത്. യഥാർത്ഥത്തിൽ മൊറോക്കോയിലെ സംഭവം എന്താണ്? ഇസ്ലാം മത വിശ്വാസം എന്താണ്? ഇതിൻ്റെ ബലിയുടെ നിർബന്ധമായ അവസ്ഥ എന്താണ്? ഇതിനെ സംബന്ധിച്ചുള്ള പ്രവാചകചര്യ എന്താണ്? ഇതൊക്കെ പഠിക്കാനും പറയാനും നല്ലൊരവസരം കൂടിയാണ് ഈ നിലവിളിക്കാരുടെ നിലവിളിക്കാലം. അതുകൊണ്ടാണ് ശരിക്കും എനിക്കും പരിശോധിക്കാൻ പറ്റിയത്, എനിക്കും പറയാൻ പറ്റുന്നത്, നിങ്ങളിൽ കുറേ പേർക്ക് കേൾക്കാനും കഴിയുന്നത്. ഉത്തരാഫ്രിക്കയിൽ സ്ഥിതി ചെയ്യുന്നൊരു രാജ്യമാണ് മൊറോക്കോ. അതൊരു മുസ്ലിം രാജ്യവുമാണ്. മൊറോക്കയെക്കുറിച്ചും മൊറോക്കക്കാരെക്കുറിച്ചുമൊക്കെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. ഇത്തവണത്തെ ബലിപെരുന്നാളിന് ഈദുൽ അദ്ഹയ്ക്ക് മൊറോക്കോയിൽ ബലി അല്ലെങ്കിൽ മൃഗങ്ങളെ ബലി നൽകുന്ന ആ പ്രവൃത്തി അവിടുത്തെ രാജാവ് നിരോധിച്ചു എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒഴിവാക്കി എന്നതാണ്. എന്താ കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ 3-4 വർഷക്കാലമായി മൊറോക്കയിൽ ശരിയായ മഴ ലഭിക്കുന്നില്ല. മഴ ലഭിക്കാത്തതുകൊണ്ട് അവിടുത്തെ സാമ്പത്തിക സ്ഥിതി ആകെ തകർന്നു എന്ന് മാത്രമല്ല, ഈ മൊറോക്കോയിലെ കന്നുകാലികളുടെ എണ്ണം, ലൈവ് സ്റ്റോക്കിൻ്റെ ഒരു പെർസെൻറ്റേജ് 40-45% അതിൻ്റെ മുൻ വർഷങ്ങളെക്കാൾ കുറഞ്ഞു എന്നതാണ് ഒരു സ്ഥിതിവിശേഷം. അങ്ങനെ ഈ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു എന്ന് മാത്രമല്ല, ഇത് അഫോർഡ് ചെയ്യാൻ കഴിയുന്ന ജനങ്ങളിൽ യാതൊരു വിധമായ മാർഗവുമില്ലാതെ സാമ്പത്തിക പ്രയാസം ഏതാണ്ട് 55% ജനങ്ങളെ ബാധിച്ചു. അങ്ങനെ ബാധിച്ചപ്പോൾ ഈ ബലി നൽകുന്ന ഒരു മൃഗത്തിന് ഇപ്പോൾ വില ഏതാണ്ട് 35,000-40,000 രൂപയുടെ അടുത്താണ്. ഇത് കേൾക്കുമ്പോൾ നമുക്ക് അത്ഭുതമൊന്നും തോന്നില്ല. കാരണം ഇവിടെ 60,000-70,000 രൂപ വരെയൊക്കെയുള്ള ഈ പോത്തിനെയും എരുമയെയൊക്കെയുമാണ് ഓരോരുത്തർ ബലിയർത്തത്. പക്ഷേ അവിടുത്തെ 35,000-40,000 എന്ന് കേൾക്കുന്നത് വലിയ തുകയാണ് എന്ന് പറയാൻ കാരണം, സാധാരണ അവിടെ 6,000-7,000 രൂപയ്ക്കാണ് ഈ ലൈവ് സ്റ്റോക്കിനെ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഴുവൻ ജനങ്ങളും അത്തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇത്തവണ ഇത്രയും വില വന്നപ്പോൾ സാധാരണക്കാരായ ഒരുപാട് മനുഷ്യർക്ക് അത് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത സ്ഥിതി വന്നു. അങ്ങനൊരു സ്ഥിതിവിശേഷമുണ്ടായാൽ പണമുള്ളവൻ അറുക്കുകയും പണമില്ലാത്തവന് അതിൻ്റെ പേരിൽ വളരെ നിരാശയും പ്രയാസവും ദുഃഖവും തോന്നുകയും ചെയ്യും. ഇസ്ലാം മതത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ എല്ലാ സംഗതികൾക്കും അതിൻ്റേതായ പ്രായോഗികമായ ഇളവുകളും ഒരു സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ തുല്യതയും ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. സക്കാത്ത് തന്നെ ഓരോരുത്തരുടെയും വരുമാനത്തിൽ നിന്ന് ഇത്ര ശതമാനം ഉള്ളവൻ കൊടുക്കണമെന്ന് പറയുന്നത് ഇല്ലാത്ത ഏതൊക്കെ വിഭാഗങ്ങൾക്ക് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പറയുന്നു. സദക്ക എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് കൃത്യമായി പറയുന്നു. വസ്തുക്കൾ ഭാഗം ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. കഴിക്കുന്ന ഭക്ഷണം, അതിൻ്റെ സമ്പാദന രീതി, അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ മൂല്യം അതെന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. ഒരു തരി മണി പോലും അരി നഷ്ടപ്പെടാതെ, ചോറ് നഷ്ടപ്പെടാതെ കഴിക്കണമെന്ന് പഠിപ്പിക്കുന്നു. ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ അവിടെയുള്ള സുഹൃത്തുക്കളോ അല്ലെ കൂടെ ഇരിക്കുന്നവരാരെയാണോ അവരെ കൂടി തൻ്റെ പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് ഇരുന്ന് ഒരേ സുപ്രയിലിരുന്ന് കഴിക്കുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നു. ഇത്തരം സംഗതികളൊക്കെ ഏറിയും കുറഞ്ഞും പല രാജ്യങ്ങളിലും ചെയ്തു പോരുന്നുണ്ട്. എന്തിന്? ജീവൻ നഷ്ടപ്പെടുന്ന ഒരു ഘട്ടമാണെങ്കിൽ നിഷിദ്ധമായ പന്നിയിറച്ചിയിൽ നിന്ന് പോലും അല്പം കഴിക്കാൻ അനുവാദം നൽകുന്നുണ്ട്. എന്ന് വെച്ചാൽ പന്നിയിറച്ചി കഴിച്ചുകൂടാത്തതാണ്, എന്നാൽ ഒരാളിൻ്റെ ജീവൻ
അതിനേക്കാൾ വിലയുള്ളതാണ്. അതുകൊണ്ട് അല്പം ആ സമയത്ത് വേണമെങ്കിൽ അതിൽ നിന്ന് കഴിക്കാമെന്ന് പറയുന്നു. എന്ന് പറയുന്നത് പോലെയാണ് ഇത്തരം കാര്യങ്ങളുടെയൊക്കെ പ്രത്യേകത. എന്നുവെച്ചാൽ ഈ കാലവും പരീക്ഷണവും അത്തരം കാര്യങ്ങളുമൊക്കെ പടച്ചവനിൽ നിന്നുണ്ടാകുന്നതാണെന്നും അത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് സഹിക്കുന്നതിനും അവൻ്റെ ജീവൽ പ്രക്രിയ അനായാസമാക്കുന്നതിനും ഉപാധിരഹിതമായുള്ള ഇളവുകൾ പല കാര്യത്തിലും നോമ്പിലുണ്ട്, നമസ്കാരത്തിലുണ്ട്, അതുപോലെ തന്നെ ബാക്കിയുള്ള കർമ്മങ്ങളിലെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഈ ഈദുൽ അദ്ഹയുമായി ബന്ധപ്പെട്ട് ഇത് ഒഴിവാക്കിക്കൊണ്ട് അവിടുത്തെ രാജാവ് ഒരു തീരുമാനമെടുത്തത്. അങ്ങനെ ഒരു തീരുമാനമെടുത്തപ്പോൾ വലിയ ബഹളമായി, വലിയ നിലവിളിയായി. ആദ്യമായി ഇത് നിരോധിക്കാൻ പോകുന്നു. പലയിടങ്ങളിലും പല പ്രൊഫൈലുകളിലും ഭയങ്കര കരച്ചിൽ, ഭയങ്കര നിലവിളി. അത് ചെയ്യുന്നവരോ വിശ്വാസികളോ മൊറോക്കക്കാരോ അല്ല, മൊറോക്കക്കാരല്ലാത്തവരാണ് മോങ്ങുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രം എന്താ? ആദ്യമായിട്ടാണോ മൊറോക്കയിൽ ഇങ്ങനെ ചെയ്യുന്നത്? അല്ല. 1981 82 മറ്റോ 90കളിലെ 2 വർഷം, അങ്ങനെ 3 തവണ ഇതിനു മുമ്പും ഇതുപോലെ തന്നെ റദ്ദ് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്തത്? അവിടുത്തെ ഭരണാധികാരിയായ രാജാവ് ഒരു മൃഗത്തെ അറുത്തു. എന്നിട്ട് തൻ്റെ കീഴിലുള്ള രാജ്യത്തെ എല്ലാ വിശ്വാസികളായ ജനങ്ങൾക്കും പ്രജകൾക്കും വേണ്ടി മറ്റൊരു മൃഗത്തെയും പ്രതീകാത്മകമായി അറുത്ത് അതിൻ്റെ ആ നിർബന്ധാവസ്ഥ പൂർത്തിയാക്കി. അപ്പോൾ പിന്നെ ഇതിൽ വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിന് കൃത്യമായ ഒരു മറുപടി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ തന്നെയുണ്ട്. അതായത് ജാബിർ ബിൻ അബ്ദുല്ലാഹ് നിവേദനം ചെയ്ത ഹദീസ് അതിങ്ങനെയാണ്: ഞാൻ ബലിപെരുന്നാൾ ദിനം തിരുനബിയോടൊപ്പം ഉണ്ടായിരുന്നു. പെരുന്നാൾ കുത്തുബ നിർവഹിച്ച് പുറത്തേക്കിറങ്ങിയ നബിയുടെ അടുത്തേക്ക് ഒരാടിനെ കൊണ്ടുവന്നു. പ്രവാചകൻ തന്നെ അതിനെ ബലിയറുത്തു. ശേഷം ഇങ്ങനെ പ്രതികരിച്ചു: അള്ളാഹുവിൻ്റെ നാമത്തിൽ, അള്ളാഹു ആണ് ഉന്നതൻ. ഈ ആട് എനിക്കും എൻ്റെ സമൂഹത്തിലെ ബലിയറുക്കാത്തവർക്കും വേണ്ടിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബലി അറുക്കുന്ന തനിക്കും അതുപോലെ അതിന് നിർവാഹമില്ലാത്ത മനുഷ്യർക്കും വേണ്ടിയാണ് ഇത് അറുക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ യഥാർത്ഥത്തിൽ ഒരവസ്ഥ അല്ലെങ്കിൽ അങ്ങനെ ഒരു 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 ക്രമം ഇസ്ലാമിൻ്റെ ചരിത്രത്തിലുണ്ട്. അതുകൊണ്ട് അതിൽ നിലവിളിക്കേണ്ട കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇതിൽ നിന്ന് പഠിക്കേണ്ടത്, ഈ മഹല്ലുകളിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലുമൊക്കെ ബലിയറുക്കുമ്പോൾ ഇതിന് മാർഗമുള്ളവർ കാശ് കൊടുത്തു വാങ്ങി ഇതിനെ അറുക്കുകയും ഒരു പ്രത്യേക മൃഗത്തെ ജമാഅത്തിൽ തന്നെ ബാക്കി ആ മഹല്ലിൻ്റെ കീഴിലുള്ള ഇത് നിർവഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മനുഷ്യർക്ക് എല്ലാവർക്കും കൂടി ചെയ്തുകൊണ്ടാണ് അതിന് മാതൃകയാവേണ്ടത്. ഇതെല്ലാം കാശ് വെച്ചുള്ള സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ആ തുല്യതയുടെ ആ അടയാളം അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇത്തരം ക്രമീകരണങ്ങൾ വരുത്തുക. പ്രവാചകൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് പലപ്പോഴും എനിക്ക് തോന്നുന്നു ഈ അനാഥ ദിനം, ഓർഫൻസ് ഡേയോ അതുപോലെയുള്ള ദിവസവുമൊക്കെയായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. നിങ്ങൾ ഒരു അനാഥനായ കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ച് നിങ്ങളുടെ കുഞ്ഞിന് ഒരു മുത്തം കൊടുക്കരുത്. കാരണം അവൻ ആ സമയത്ത് തൻ്റെ ഉപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും തന്നേനെ എന്ന് തോന്നിപ്പോയാൽ ആ വേദനയ്ക്ക് നിങ്ങൾ ഉത്തരവാദിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ മകനെ മാത്രമായി അങ്ങനെ ചുംബിക്കരുത്, അങ്ങനെ മുത്തം കൊടുക്കരുത്, പ്രത്യേകമായൊരു സമ്മാനം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ വേദനയുടെ ഒരു പ്രായോഗികമായ പ്രയോഗമാണ് ഇതിനെ ഒഴിവാക്കി ഈ മതപരമായ ചര്യയിൽ തന്നെ ഈ കടമ പൂർത്തിയാക്കിയത്. അതുകൊണ്ട് ഇനി ആ നിലവിളി ശബ്ദം നിർത്തി പിരിഞ്ഞു പോകേണ്ടതാണ്.